സ്ഥാപതി സുരേഷ് അല്ലായിരുന്നു? അല്ല, ജോത്സ്യനാ സുരേഷ്. നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ഒന്നുകൂടെ വിഗ്രഹത്തിന്റെ എടുപ്പിച്ചിട്ട് വേണം നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ. ഇവിടുത്തെ കണക്കനുസരിച്ച് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു രാശിയും സമയമെത്തി. അതുകൊണ്ടാണ് അവര് നമുക്ക് മംഗളകർമ്മങ്ങൾ നടത്തിത്തരാൻ തത്പരയായിട്ട് ദേവി ഏറ്റവും അനുഗ്രഹമായിട്ട് വന്നിരിക്കുക. സംഭവം എന്നറിയാമോ? ഗണപതിക്ക് വിഗ്രഹമായി, ശ്രദ്ധിക്കണം, നാഗങ്ങൾക്ക് വിഗ്രഹമായി, ബാക്കിയുള്ളവർക്കെല്ലാം സ്ഥായിയായ പ്രതിമയായി, അല്ലേ? അതെ, അവർക്കെല്ലാം ഉണ്ട്. അല്ലല്ല, കാർത്തികേയൻ ദേവിക്ക് വയ്ക്കണം. അല്ല, പീഠം ആക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞെങ്കിലോ രണ്ടിലും ആക്കണമെന്ന് പറഞ്ഞു. അത് ലിംഗപീഠമാണ് വരുന്നത്, പീഠമല്ല, ലിംഗപീഠം വരും. അതായത് ബാണലിംഗം എന്നും പറഞ്ഞു വരും. ഇപ്പൊ കാർത്തികേയൻ ദേവിക്കാണ് രൂപപ്രതിഷ്ഠ വരും. അതായത് ഒരു ഇത് മതി, പിന്നെ എന്താ പറയാ, നമ്മുടെ ബിംബമായിട്ടൊന്നും രൂപം വരും. അത് പ്രത്യേകിച്ച് വേണം. ഇത് വേണമെങ്കിൽ ചിലത് കോലപ്രതിഷ്ഠയായിട്ട് വയ്ക്കാം, രൂപപ്രതിഷ്ഠയായിട്ട് വയ്ക്കാം. ദേവിയുടെ രൂപപ്രതിഷ്ഠയായിട്ട് വയ്ക്കാം. ധ്യാനം കൊടുത്തിട്ട് അത് നമ്മൾ ചെയ്യിക്കണം കേട്ടോ. തടസ്സമൊന്നും ഇല്ല, ഭഗവാനുണ്ട്. നമ്മുടെ നാഗങ്ങൾ അവിടെ റെഡിയായി നിൽക്കുക, നമുക്ക് തയ്യാറായി. എന്തും തരാൻ നിധികുംഭവുമായി വരുന്നവരാണ് അവിടുത്തെ ദേവത. നിധികുംഭവുമായി വരുന്നത്, നിധികുംഭവുമായി നോക്കുന്നു എന്നുവെച്ചാല് വഴിയായില്ലേ? ഇപ്പൊ വഴിയായില്ലേ? അതെനിക്കറിയാം, വഴിയായല്ലോ. ഇനി അവിടത്തേക്കുള്ളതെന്ന് പറയുന്നത് എല്ലാം അതങ്ങനെ മാറത്തില്ല. നല്ല രാശി, ധനുരാശി എത്താൻ രാശി ഇല്ല. ധനുരാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടകാര്യസ്ഥനായ ഭഗവാൻ ഏഴിൽ പൂർണ്ണ തൃപ്തനായിട്ട് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ധനുരാശിയുടെ അധിപഗ്രഹാധിപനും 4ാം ഭാവാധിപനും വ്യാഴാണ്. അത് 7 നിൽക്കുക. എന്ന് വെച്ചാല് സർവാഭരണ ഭൂഷിതമായിട്ട് ദേവി മാറുമെന്നാണ്. അപ്പൊ അതിന്റെ പുറത്ത് ഭയങ്കര സർവാഭരണ ഭൂഷിത എന്ന് പറഞ്ഞ അർത്ഥം പ്രതിഷ്ഠ അങ്ങോട്ട് കഴിഞ്ഞാല് മാലയും താലിയൊക്കെ ആയിട്ട് ആള് വരും അങ്ങോട്ട്. എന്നാൽ അമ്മയ്ക്ക് എല്ലാം ഉണ്ട്. പുടവയും വസ്ത്രവും താലിയും മാലയും ഒക്കെ ആയിട്ട് കൊണ്ട് തരാൻ ആൾക്കാർ തയ്യാറായി നിൽക്കും. അപ്പൊ അത് നമുക്കൊരു തടസ്സവും വരുന്നില്ല. പിന്നെ നമുക്ക് പ്രതിഷ്ഠയോടുകൂടി ആൾക്കാർക്ക് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അങ്കി, പ്രഭ, അതൊക്കെ നമുക്ക് ചെയ്യും. പ്രതിഷ്ഠയോടുകൂടി വയ്ക്കാം അങ്കി, പിന്നെ രൂപത്തിലുള്ള പ്രഭയും കൂടെ വെച്ചാൽ ഒന്നുകൂടെ ആയിരിക്കും. അത് അങ്കി പ്രഭ ഈ വർഷം വയ്ക്കാം, അങ്കി പിന്നീട് വെച്ചാലും മതി. അങ്കി എന്ന് പറയുന്നത് മേലങ്കി രൂപം, അത് പിന്നീട് വെച്ചാലും മതി. പ്രഭ ഈ പ്രാവശ്യം വയ്ക്കും, കൂട്ടത്തന്നെ വയ്ക്കും. അപ്പൊ വിഗ്രഹം ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇതിപ്പോ ഇത് പീഠം, ഇത് വിഗ്രഹം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ നിൽക്കുന്നതാണ് പ്രഭ. ദേവിയുടെ രൂപം നമ്മുടെ വെള്ളിയിലോ സ്വർണത്തിലോ, സ്വർണ്ണം വെച്ചാൽ പഞ്ചലോഹത്തിലോ ഒക്കെ ചെയ്യുന്നതാണ് അങ്കി എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമുക്ക് പ്രഭ മതി ഇപ്പ, അങ്കി പിന്നീട്. പക്ഷെ അമ്മയുടെ ശരീരത്തിൽ എഴുതി വെച്ചോ മാലയും താലിയും വരും, അങ്ങനെ ഒരു നിയമം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവതി അതൊക്കെ മേടിക്കും എല്ലാവരുടെയും കയ്യിൽ. എല്ലാ കർമ്മയോഗങ്ങളും നടക്കും, നമുക്ക് ഒരു തടസ്സവും ഇല്ല. കാരണം ഇത് രൂപവും മാറും. വിഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വരൂപം മാറി, ഉദ്ദേശിക്കുന്ന രീതിയല്ല. മറ്റേത് അമ്മ ഇപ്പൊ ഇച്ചിരി ധ്യാനത്തിലാണ്, ധ്യാനനിരതയാണ്. പക്ഷെ കുറച്ചുകൊണ്ട് ഇത് കഴിയുമ്പോൾ അങ്ങ് ഭാവം മാറി വേറൊരു വ്യത്യസ്തമായ തലത്തിലേക്ക് എത്തും. അതാണ് ആ ധനുരാശിയുടെ പ്രത്യേകത. ധനുരാശി വരുമ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ എഴുതി നിൽക്കുക, അമ്പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അമ്മ എന്നാണ്. അപ്പൊ ഏത് നിമിഷവും അത് യോഗമായിട്ട് മാറുന്നൊരവസ്ഥയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രതിബന്ധനങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അപ്പൊ ധനുരാശിയുടെ അധിപതി തന്നെ എന്ന് പറയുന്നത് വ്യാഴാണ്. ധനുരാശിയുടെ അധിപതിയായ വ്യാഴം, 4ാം ഭാവാധിപനായ വ്യാഴം, അത് 7ൽ ബലവാനായിട്ട് നിൽക്കുന്നതാണ്. ഒരു ടെൻഷനും കേട്ടോ. ഈ നീരസഭാവങ്ങളൊന്നും നമ്മൾ ചിന്തിക്കണം. അതിസ്വാഭാവികം നമ്മുടെ കുടുംബാംഗങ്ങളിൽ എല്ലാവരും നമ്മുടെ ഒരു പ്രശ്നം മാത്രമാണ്. അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. ഇപ്പൊ സ്വാഭാവികം ആരാണോ നേതൃത്വം ഏറ്റെടുക്കുന്ന അവർക്ക് സ്വാഭാവികമായി നമ്മൾ ചേരാവുന്ന വിഷയം. പക്ഷെ നമ്മൾ ഏറ്റെടുക്കാതിരുന്നാൽ അത് നടക്കത്തെ. നമ്മൾ ഏറ്റെടുത്തേ പറ്റും. അവര് അകത്തിരിക്കുന്നവർ നിയോഗിക്കുന്നവരല്ലേ നമ്മൾ, അല്ലാതെ ബന്ധുക്കളാകുന്നത് നമ്മളാരും പറയുന്നതൊന്നുമല്ല. അകത്തിരിക്കുന്നവർ പറയണം
ഇന്ന ആള് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ആ ചടങ്ങ് നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഇതിനിടയ്ക്ക് ആഹൂതി വരെ നടക്കണമെന്നാ കുടുംബത്തിൽ കേട്ടോ. ആഹൂതി കഴിഞ്ഞു, ആഹൂതി കഴിയേണ്ട സമയം കഴിഞ്ഞു. ആഹൂതി എന്ന് പറഞ്ഞാൽ കാരണം ഇതാ ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെതാണ് അതിന്റെ കാരണം. അതാണ് വിഷയം. അപ്പൊ അതൊക്കെ എന്തോ നിയോഗം കൊണ്ട് അമ്മ തന്നെ തട്ടി മാറ്റിയതാണ്. ആഹൂതി കുടുംബത്തിൽ ദുർമതി സംഭവിക്കേണ്ട സമയം കഴിഞ്ഞു വേണം. ഇത് ഈ നീരസഭാവം കൊണ്ടും ദുരിതാവസ്ഥകൾ കൊണ്ടും. അതുകൊണ്ടാണ് അദ്ദേഹം ജ്യോതിഷൻ പ്രത്യേകം ഒരു ഗണയോഗം നിശ്ചയിച്ചത്. കുടുംബത്തിൽ ഐക്യമത്യം മാത്രമല്ല, ആഹൂതിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ ഒഴിവായി. ഈ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് മറന്നുപോയി. പിന്നെ ഈ അമ്മ ഭഗവാന്റെ എന്തോന്നോ പൂജ കാര്യമൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഞ്ഞമ്മയ്ക്ക്, മൂത്ത കുഞ്ഞമ്മയ്ക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നപ്പോഴെന്തോന്നോ ഒരു നാറ്റം വന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം പോയി. ഇത് നല്ല തീ ഇതുപോലെ ഇരിക്കണം. പെട്ടെന്ന് എന്തോ ഒരു ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. എന്നോട് പറഞ്ഞു നീ ആരുടെയും പറയില്ലെന്ന്. ദുരന്തം അതുകൊണ്ടല്ല, പ്രച്ഛകന ദുരന്തം എന്നാണ് നിയമം. സുലനാണ് ആപത്തുകൾ. അതുകൊണ്ട് ആരെന്ത് പറയുന്നു അതൊക്കെ നമ്മുടെ പുറത്ത് വീഴുന്ന ദുർഗന്ധം മാത്രമേ ഉള്ളൂ. അത് കഴുകിക്കളയും മാറ്റുന്നു. ഒരാളെ മൈൻഡ് ചെയ്യണം. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യും. അമ്മ നിയോഗിച്ചിരിക്കുന്നതാണ് കർമ്മം. ശുദ്ധി, വൃത്തി, ശ്രദ്ധ, നിഷ്ഠ, ഭക്തി. ശുദ്ധിയോടെ, വൃത്തിയോടെ, ശ്രദ്ധയോടെ, നിഷ്ഠയോടെ, ഭക്തിയോടെ കാര്യങ്ങൾ ചെയ്യും. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ദാരിദ്ര്യവും വരുന്നില്ല. മനസ്സിലായി പറഞ്ഞത്? നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരത്തില്ല. നമ്മുടെ കുടുംബപരമായ അനൈക്യം വരത്തില്ല. നമ്മൾ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് ചെയ്യാനാണ്. ഇപ്പൊ നമുക്കെന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ച് നമ്മുടെ ജോലി ചെയ്തു കഷ്ടപ്പെട്ട് നമ്മളിതെല്ലാം ഉണ്ടാക്കി അല്ലേ? നമ്മൾ സ്വയം കൃതമായ ധനം. ഇനി നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. ആ രീതിയിലേക്ക് അങ്ങനെ കാണാം. പക്ഷെ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ കാശ് കൊടുത്ത വസ്തു വേണ്ടി, അത് അമ്മ പറഞ്ഞിട്ടാ നീ എൻ്റെ അടുത്ത് വന്ന് താമസിക്കണം, നീ വേറെ ആരും ഇവിടെ വന്ന് താമസിക്കണം, നീ തന്നെ മതി എന്ന് പറയാൻ പ്രാപ്തിയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധനകുംഭവുമായിട്ട് നമുക്ക് മുമ്പിൽ നിറഞ്ഞിരിക്കുന്ന ദേവിയാണ്. പിന്നെ എഴുതിന്തു വന്നാൽ അകത്ത് കയറിയോ ദോഷമല്ലത്. ഇടയ്ക്കിടയ്ക്ക് പൊങ്കാലയ്ക്കൊക്കെ നമ്മൾ പോകുമ്പോ പ്രശ്നം വെച്ച് പോകുന്നതാ. ശരി, കറുത്ത നിറത്തോടുകൂടിയല്ല അത് ലക്ഷണമാണ്. ശരി, നല്ല ലക്ഷണത്തിലുള്ള ദോഷമായിട്ടുള്ളതൊന്നും അല്ല. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, ഞാനിവിടെ ഉണ്ടേ, നിങ്ങൾ എന്നെ മറക്കല്ലേ എന്ന് പറയാനായിട്ട് വരും. ഇനി മഞ്ഞപ്പുറം മുടങ്ങാതെ എല്ലാ മാസവും നടത്തുന്നില്ലേ, അതിലൊരു ചൈതന്യം. ഒരു തവണ പറ്റിയില്ല, മഴയായിരുന്നു. അതിൽ എന്ത് നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനകത്താ പവർ. നമ്മൾ ആ നാഗത്തരുടെ മുമ്പിലേ കൊട്ടിലൂരം കെട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇത്തവണ നമുക്ക് പിന്നെ വിളക്ക്, കൽവിളക്ക് വയ്ക്കാൻ തിരുമേനി പറഞ്ഞു. ഇപ്പോഴത്തെ ഇതിൽ കൂടെ നമുക്ക് അതും കൂടെ ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞ നാഗരുടെ മുമ്പിലേ നമുക്കൊരു പിന്നെ ഈ നടപ്പന്തൽ പോലെ ശവപ്പന്തൽ പോലെ നമ്മൾ ചെയ്താൽ നല്ലതാണ്. ഇതിപ്പോ വിളക്ക് കത്തിക്കേണ്ട ബുദ്ധിമുട്ടാണ്. അത് ചെയ്യണം. കുഴപ്പമില്ല, എല്ലാവരും നമുക്ക് അനുകൂലമാകും. ഇത് പ്രസവത്തിന്റെ ഡേറ്റ് ക്ലിയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ഡിസംബർ ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യാല്ലേ തിരുമേനി? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ആശുപത്രി. അതെ അതെ അതെ. അപ്പോഴും അല്ല, അപ്പോഴും പഠിത്തരമൊക്കെ അപ്പൊ വീണ്ടും പഠിത്തരം അല്ല, ആഗ്രഹം നടത്തല്ല, ആചരണത്തിൽ വ്യത്യാസം വരും. മന്ത്രം മാറത്തില്ല, ധ്യാനം മാറത്തില്ല, പക്ഷെ ചില ചടങ്ങുകളൊക്കെ മാറും. കാരണം ഈ ചിലപ്പോൾ തുടർച്ചയായിട്ട് 40 ദിവസമൊക്കെ ഒരു ചടങ്ങ് ചെയ്യിക്കാൻ പറയും. ഭസ്മവിഭൂതിയിട്ടൊക്കെ ചെയ്യാൻ പറയും. അതൊരു നിയമമാണ്. അഷ്ടബന്ധം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞതിന് ശേഷം ചെയ്യിക്കാനുള്ള സംവിധാനം നമുക്ക് അവിടെ ആളുണ്ടെങ്കിൽ അവിടെ ചെയ്യിക്കാനുള്ള ആളെ ചെയ്യിക്കും. അത് മതി, നിത്യദാനമല്ലേ. ഞാൻ വർഷത്തിൽ വന്നാൽ മതി, കൂടുതൽ ഒരാളെ വിടുകയും വേണം. നമുക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്യിക്കാം. ആ നല്ല. പിന്നെ രണ്ടാമത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഷ്ടബന്ധം ഇടാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പീഠവും ഇപ്പം ഇത് രണ്ടും കൂടെ ഒന്നിച്ചുള്ളതുണ്ട്.
വിഗ്രഹവും പീഠവും ഒന്നിച്ച്. അപ്പൊ അതാ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട. അതാ സ്ഥലം മാത്രം ചിപ്പ് ചെയ്തിട്ട് കൊണ്ട് അങ്ങോട്ട് വെച്ചാണ്. മറ്റേതാ അഷ്ടബന്ധ വിടണം, അതിന്റെ മുകളിൽ അഷ്ടബന്ധ വിട്ട് 41 ദിവസം മുടങ്ങാതെ പോയിട്ട് വിഭൂതി